ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഷാജി ഉണ്ടല്ലോ, നേരെ നാട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നാട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, അല്ല നിനക്ക് ആ പെണ്ണിനെ അറിയായിരുന്നോ ഷാജി എന്ന് ചോദിച്ചപ്പോ പിന്നെ അറിയായിരുന്നു. ഓ, എന്തോ പണി അവന്മാര് കാണിച്ചത്. കുറച്ചു നേരം കൂടെ താമസിച്ചിരുന്നെങ്കിൽ ആ പെങ്കൊച്ചിനെ തീ കൊളുത്തി കത്തിച്ച് ചുട്ട് ചാമ്പലാക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ അതെ ഷാജി, അങ്ങനെ അവന്മാര് ചെയ്തേനെ. നിങ്ങളൊക്കെ നാട്ടുകാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് അവന്മാരോടൊന്നും പറയത്തില്ലായിരുന്നോ ചെയ്യരുത്? ഇപ്പൊ ഏത് പെങ്കൊച്ചും ആയിക്കോട്ടെ, അത് ആരും ആയിക്കോട്ടെ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ല അവന്മാരെന്തിയെ, ഓമനക്കുട്ടനും അവനും എന്തിയെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാരിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ അവന്മാരിങ്ങനെ വന്നതും ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇതേ അവന്മാര് വരുന്നുണ്ടെന്ന്. അങ്ങനെ അവന്മാരുടെ മുമ്പിലേക്ക് നമ്മുടെ ഷാജി ചെന്നിട്ട് ചോദിക്കാം, എന്ത് പരിപാടിയാടാ കാണിച്ചത്? ഇതൊക്കെ എന്തിനാ നിങ്ങൾ ചെയ്തത്? ആ പെങ്കൊച്ച് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ പെങ്കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ ആരോട് പറഞ്ഞേനെ? നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോവില്ലായിരുന്നോ? അപ്പൊ ഓമനക്കുട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ പെങ്ങളെ ദ്രോഹിച്ചവരോട് എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് മടിയില്ല, ഞങ്ങൾ കൊന്നുകളയും. ഓ, എന്നിട്ട് നീ എങ്ങോട്ട് പോകും? എന്നിട്ട് എത്ര ഏമാന്മാരുടെ ചവിട്ട് കൊള്ളും, എത്ര തടവുകാരുടെ ഇടി മേടിക്കും നിങ്ങള്? 12-14 കൊല്ലം ജയിലിൽ പോയി കിടക്കണം. അവിടെ സുഖമാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അത് പിന്നെ അതിനും തയ്യാറാ, ഞങ്ങൾ ജയിലിൽ പോണെങ്കിൽ പോകും. ഞങ്ങളുടെ പെങ്ങളെ ഈ വിധം ആക്കിയവരെ ഒരിക്കലും വെറുതെ വിടില്ല. എന്റെ അനിയത്തി കിടക്കുന്ന കിടപ്പ് കണ്ടോ, സഹിക്കാൻ പറ്റില്ല. അതിന് ആ പെണ്ണ് എന്നാ ചെയ്തെന്നാ നീ പറയുന്നത്? അത് അവിടുത്തെ വീട്ടുജോലിക്കാരിയാ. ദേ അനാഥാലയത്തിൽ നിന്ന് വന്നതാ. അതിന് ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ അനാഥാലയത്തിൽ അരി മേടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഞങ്ങൾ ഓർത്തു മറ്റവന്റെ പെങ്ങളാണെന്ന്. അങ്ങനെയാ ചെയ്തത്. പോട്ടെ പോട്ടെ, വിട്ടുകള. ഏതായാലും ഞാൻ നിങ്ങൾക്ക് എന്തോ അടിയും ചവിട്ടൊക്കെ തന്നു, അത് മനഃപൂർവ്വം ചെയ്തതല്ല. മണ്ണെണ്ണ ഒരച്ച് തീപ്പെട്ടി കത്തിച്ച് ജീവനോടെ കത്തിക്കാൻ നിൽക്കുന്നവനെ എങ്ങനെയെങ്കിലും മാറ്റണ്ടേ? അതുകൊണ്ടാ. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ പെണ്ണിനെ കുളിക്കാൻ കയറ്റിയേക്ക. ഇറങ്ങുമ്പം ഇച്ചിരി ചോറ് കൊടുക്കണം, കൊണ്ടുവിടണം. അതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ പോട്ടേടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജി ആ വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ആങ്ങളമാർക്ക് ആങ്ങളമാരുടേതായ വിഷമം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആ പയ്യന്മാര് ഇങ്ങനെ ചെയ്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന അവിടുത്തെ കുട്ടിയാണെന്ന് ഓർത്തു. അതായത് കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ. ഏതായാലും ഈ ഒരു സമയത്ത് അവിടെ ആ പരിസരത്ത് നിന്ന് ഒരാളുണ്ടല്ലോ, നേരെ ഫോൺ എടുത്ത് പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ CI-നെ തന്നെയാണ് CI അല്ല, സോറി, SI-നെ തന്നെയാണ് വിളിക്കുന്നത്. ആ പരിസരത്ത് നിന്ന് ഒരാളാണ് വിളിക്കുന്നത്. എന്നിട്ട് അവിടെ നടന്ന കാര്യം പറയാണ്. അതെ, SI രമേശൻ നമ്പ്യാർ അല്ലേ? ആ അതെ അതെ, പറഞ്ഞോ. അത് പിന്നെ സാറ്, ഞങ്ങള് കണ്ണാടിപ്പറമ്പ് കോളനിന്ന് വിളിക്കുക. ഇവിടെ വലിയ കൊലപാതകം നടക്കാൻ പോവാ. അത് താനൊക്കെ നോക്കി നിൽക്കണം. എവിടെയാണോ? എവിടെയാ? ആരെ കൊല്ലുന്നു? അത് പിന്നെ ആ ജൂലർക്കാരന്റെ മകളില്ലേ, ആ പെണ്ണ് ഇവിടെ വന്നു ശരണ്യനെ കാണാനായിട്ട്. അവളെ നാട്ടുകാരെല്ലാരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പോവാ. ബാലചന്ദ്രൻ മേനോന്റെ മകൾ അവിടെ വന്നെന്നോ? അതെ സാറേ, വന്നു. തലവഴി ഒഴിക്കുക, മണ്ണെണ്ണ ഒഴിച്ച് ഇവിടെ നിർത്തിയേക്കുക. ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അയച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ആ നാട്ടുകാരൻ കേട്ടോ, ഏതോ ഒരാള്, എന്താ പറയുക, ഇങ്ങനെയാണല്ലോ നാട്ടുകാര്. അപ്പം ഞാൻ ആ വീഡിയോ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് കൂടെ നിന്ന കോൺസ്റ്റബിൾമാരോടൊക്കെ പറയുന്നുണ്ട്, പെട്ടെന്ന് വണ്ടി എടുക്കുക, നമുക്ക് കണ്ണാടിപ്പാടം കോളേജ് വരെ പോകണം, അവിടെ അലീനയുണ്ട്, അവിടെ വരെ ചെല്ലണം എന്ന് പറഞ്ഞ് പോലീസും അതായത് SI-യും അവിടെയുള്ള പോലീസുകാരൊക്കെ നേരെ വണ്ടി എടുത്ത് വിട്ടടിച്ച് പോവുകയാണ് കണ്ണാടിപ്പാടം കോളനിയിലേക്ക്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീനയെ കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ ഷാജി ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഷാജി ചോദിച്ചു, ഇതെന്താ മൊത്തം പരിക്കാണല്ലോ, വീട്ടിൽ ചെന്ന് എന്നാ പറയും? അത് പിന്നെ ഇവിടുന്ന് കിട്ടിയതാന്ന് പറയും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ വന്നത്? എന്തിനാ ഇത്ര ധൈര്യത്തിന് വന്നത്? അത് പിന്നെ ശരണ്യെ കാണാനായിട്ട്. അതാണ് എന്റെ സംശയം. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ അമ്മ പറഞ്ഞു, ഈ കൊച്ചു ചോറ് തിന്നട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് വർത്താനം പറയാലോ. അതും ശരിയാ. അല്ല, നീ ചോറ് കഴിച്ചായിരുന്നോ? അത് പിന്നെ എനിക്കൊന്നും വേണ്ട ഷാജി ചേട്ടാ, എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? ഇവിടെ വന്ന് നാട്ടുകാരുടെ തല്ലൊക്കെ കൊണ്ടിട്ട് ഇപ്പൊ തന്നെ വിശപ്പ് കാണൂല്ലോ, ഇപ്പൊ തന്നെ നീ ക്ഷീണിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് ചോറ് ഇച്ചിരി എടുത്ത് കഴിക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ അമ്മയും പറഞ്ഞു, മോളെ ചോറ് കഴിക്ക്. അയ്യോ, അത് പിന്നെ ഞാൻ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടായി, എനിക്കിത് വേണ്ടായിരുന്നു. ഓ, ഇതൊക്കെ ഒരു ഭംഗിക്ക് പറയാം,
ഞാനും പറയാറുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ നിർബന്ധിക്കുമ്പോ കഴിക്കും, വയറ് നമ്മുടെ അല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിയുടെ അമ്മ വീണ്ടും പറഞ്ഞു, ദേ മോളെ കൊച്ചെ അങ്ങോട്ട് ഇരിക്കുക, ദേ കഴിക്ക്. അത് പിന്നെ മോളുടെ കാര്യം ഷാജി ഇവിടെ വന്ന് പറയാറുണ്ട്, ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷൊക്കെ അനാഥാലയത്തിലേക്ക് അരി മേടിച്ചു കൊടുക്കുകയാണെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജി പറഞ്ഞേ, അതെ ഓട്ടോക്കാരന്റെ വീട്ടിലെ ഊണാ, സ്വർണ്ണക്കടക്കാരന്റെ വീട്ടിലെ ഊണിന്റെ അത്ര ഒരു രുചിയൊന്നും കാണത്തില്ലാട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടതും ഷാജി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, കഴിക്കുന്നില്ലേ? അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അലീനയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറഞ്ഞു കേട്ടോ. എന്താ പറയാ, കരയുവാണോന്ന് ചോദിച്ചാൽ കരയല്ല, വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഷാജി പറഞ്ഞു, എന്ത് പറ്റി? അതേ, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ മാത്രമല്ല ഈ ഉത്സാഹം വേണ്ടത്, ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും അത് കഴിക്കാനും ഒരു ഉത്സാഹം വേണം. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അലീന പൊട്ടിക്കരഞ്ഞു കേട്ടോ. കാരണം അത്ര നേരം അടക്കി വെച്ചിരിക്കുന്ന സങ്കടം എല്ലാം കൂടെ പുറത്തു വന്നു. അപ്പൊ നമ്മുടെ ഷാജിയുടെ പെങ്ങൾ പറഞ്ഞു, എന്റെ പൊന്നു ഷാജിയേട്ട് ഒന്നും മിണ്ടാതിരിക്കാതെ കഴിക്കട്ടെ, വഴക്കൊന്നും പറയാതെ അത് കുറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല അതുകൊണ്ടൊന്നും അല്ല, അരമണിക്കൂർ മുമ്പ് ഞാന് മരണത്തിന് മുമ്പില് കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നോ? അവിടുന്ന് എന്നെ രക്ഷിച്ചത് ഷായിച്ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ഒരു കരിക്കട്ടയാ, ഞാനൊരു ചാരുവാ, ഞാൻ ചാമ്പലായി മാറിയേനെ, ഇല്ലായിരുന്നോ? അതിനു പകരം ഞാനിപ്പം ഈ ചോറിന് മുമ്പിൽ ഇരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഞാന് ഇത്രയും കരയുന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, അതൊക്കെ ഈശ്വരന്റെ നിശ്ചയമാണേ, നമ്മൾ ആരും അല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ഷാജി ചോറിനാ വന്നതാ ഉച്ചയ്ക്ക്, എപ്പോഴും ഹോട്ടലിൽ നിന്ന് ഉണ്ണുന്നവനാ, അവൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ. ദേ അത് മോൾക്ക് വിധിക്കപ്പെട്ട മരണമല്ല, മോളെ രക്ഷിക്കാനായിട്ട് ദൈവമാ ഷാജിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പൊ നമ്മുടെ ഷാജി പറഞ്ഞു, അത് പിന്നെ ഇവിടെ ഒരു അടുത്തൊരു ഓട്ടം കിട്ടി ഇപ്പം വന്നതാ, പിന്നെ ഇവിടെ വന്ന് ഉണ്ടിട്ട് പോകാനങ്ങ് കരുതി, അല്ലാതെ ഞാൻ വലിയ മഹാകാര്യം ചെയ്താന്നൊന്നും കരുതുന്നില്ല. അപ്പൊ ഷാജിയുടെ അമ്മ പറഞ്ഞു, മോള് ചോറുണ്ട്, അതേ ചോറുണ്ട്, മര്യാദയ്ക്ക് ചോറിനാ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാജിയും അതുപോലെ ഷാജിയുടെ അമ്മയും പെങ്ങളൊക്കെ കൂടി കറിയൊക്കെ വിളമ്പി കൊടുത്ത് നമ്മുടെ അലീനനെ കൊണ്ട് ചോറ് കഴിപ്പിക്കാണ് കേട്ടോ. ചോറെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും കണ്ണീര് ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഷാജി പറഞ്ഞു, അതെ സാരില്ലാട്ടോ, ഇച്ചിരി ഉപ്പ് ചേർത്ത് കഴിക്കുക എന്നങ്ങ് കരുതിയാൽ മാത്രം മതി, വിഷമിക്കൊന്നും വേണ്ടെന്നേ, കഴിക്കുക, ആഹാരം കഴിക്കുക. അവന്മാരെടുത്തിട്ട് നന്നായിട്ട് അലക്കിയല്ലേ അലീനെ? സാരമില്ല, ദേ എന്നെ തെറ്റിദ്ധരിച്ചിട്ടല്ലേ? ഓ, എന്നാലും എന്നെ പോക്കൃത്തരം അവന്മാര് കാണിച്ചത്. ഞാൻ കോപനും ഉണ്ണിക്കുട്ടനോട് നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഓ, ഒറ്റ ഒന്നതിന് ഒരു ബോധവും ഇല്ലെന്നേ, ബാധ കയറിയ പോലെ നിൽക്കുമല്ലോ, എന്ത് ചെയ്യാനാ? ഞാനെങ്ങാണ് അന്നേരം വന്നില്ലായിരുന്നെങ്കിലേ എല്ലാവരും ജയിലിൽ കയറേണ്ടി വന്നേനെ കൊലക്കുറ്റത്തിന്, ഒരാളുടെ മരണം മാത്രമല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ അമ്മ പറഞ്ഞു, ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തിനാ ശരണ്യെ കാണാൻ വന്നത്? ആ വീട്ടിലെ പയ്യനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറയാനാണോ? അയ്യോ അല്ല ഷാജിയേട്ടാ, എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണമെന്ന് തോന്നി. ദേ എന്നെ ഓർത്തോടാ കൊച്ച് ഇവിടെ ഒറ്റയ്ക്ക് വന്നത്. ദേ ഇവിടെ നാട്ടുകാരെല്ലാവരും ഇളകി നിൽക്കുക, അവള് ഉപദ്രവിച്ചന്മാരെ ജ്യൂസാക്കി കലക്കി കുടിക്കാന്. അപ്പോഴാണ് നിന്റെ വരവ്. ആ വീട്ടിലെ പെങ്ങളാ അവന്റെ എന്നല്ലേ എല്ലാരും വിചാരിച്ചത്, പിന്നെ ജീവനോടെ വെച്ചേക്കുവോ? അത് പിന്നെ ഞാന് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ. ആ കരുണാലയത്തിലെ കന്യാസ്ത്രീകളെയോ പഞ്ചായത്ത് മെമ്പറെയോ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്ന പോരായിരുന്നോ? അത് പിന്നെ എനിക്ക് അത്രയും ബുദ്ധി തോന്നിയില്ല. മന്ദബുദ്ധി ആവും അല്ലെ ചില നേരത്ത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഷാജിയുടെ അമ്മ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഷാജി പറഞ്ഞു, ആ നേരത്ത് വായി നാക്കില്ലായിരുന്നോ? വേലക്കാരിയാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അത് പിന്നെ എല്ലാവരും കൂടെ പെട്ടെന്ന് വളഞ്ഞു. ഞാനങ്ങ് പതറിപ്പോയി. എന്ത് പറയണം ഏത് പറയണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. എന്നെ കൊല്ലാൻ പോവാണെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഒരു നിമിഷം ഞാൻ മരണത്തിന് മുന്നിൽ കീഴടങ്ങി. ഓ, ആ പെങ്കൊച്ചിനെ നിനക്ക് അറിയാമോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ലെന്നേ, ഞാൻ കണ്ടിട്ടില്ല. അതിനെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ തോന്നി. ഡോക്ടറോ സൈക്കോളജിയിലെ ആൾക്കാരോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, കല്ല് പോലെ ഇരിക്കുക. ഇത് നീ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? അത് പിന്നെ എന്നെ കൊണ്ട് സാധിക്കും അവളെ ആശ്വസിപ്പിക്കാന്, അവക്ക് സമാധാനം കൊടുക്കാന് എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. എനിക്ക് കൊടുക്കാൻ പറ്റും. കൗൺസിലിങ്ങും സൈക്കോളജിയും ഒന്നും അല്ല. ഇനിയിപ്പൊ അത് നടക്കത്തില്ലല്ലോ. ഇത്രയും സംഭവം നടന്നിട്ട് ഇനി അങ്ങോട്ടേക്ക് നിനക്ക് ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ അത് എനിക്ക് ചെല്ലാൻ പറ്റൂന്ന് ചോദിച്ചാല്, അതെ ഞാന് ഒരു കാര്യം ചോദിക്കട്ടെ? അത് പിന്നെ ഷായിച്ചേട്ടാ, എനിക്കൊന്ന് പോണം, അവളെ എനിക്കൊന്ന് കാണണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിയുടെ അമ്മ പറഞ്ഞു, മോളെ നിനക്ക് പേടിയില്ല, ഇനിയും പോകുന്നോ?
അത് പിന്നെ ഞാൻ വന്ന കാര്യം നടക്കണ്ടേ, നടത്താതെ എനിക്ക് പോകാൻ പറ്റില്ല. അവര് നിന്നെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നീ പോണ്ടി വരില്ലേ? അത് പിന്നെ പരിശ്രമിച്ചു നോക്കാലോ. ഞാനൊന്ന് നോക്കട്ടെ, അവളെ ഒന്ന് കാണാന്. എനിക്ക് അവളോട് സംസാരിക്കണം, അവളോട് ആശ്വാസവാക്കുകൾ പറയണം. എന്നെയാ ഞാൻ അവളെ കാണുന്നത്, എനിക്ക് പോണം, കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ആ ചോറ് വാരി കഴിക്കാണ് കേട്ടോ. ഏതായാലും ഷാജിയുടെ മനസ്സിലും എന്തോ വല്ലാത്തൊരു പരിഭ്രമോ എന്തോ നമ്മുടെ അലീനയുടെ കൂടെ നിൽക്കാൻ ഒരു തോന്നലോ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീന പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഷാജിയുടെ അമ്മ ഒരു ബാഗ് എടുത്തിട്ട് പറഞ്ഞു, ദേ ഇത് മോളുടെ ബാഗാ. ഇത് നഷ്ടപ്പെട്ടില്ലേ? ഞാനോർത്തു ഇത് നഷ്ടപ്പെട്ടുമായിരിക്കുന്ന. ആഹാ, ദേ ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കോ. ഇതേ എന്ത് നോക്കാനാ, ഇതിനകത്ത് ഒന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് ചില്ലറയും അതുപോലെ തന്നെ ഫോണും അത് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്ത് നഷ്ടപ്പെടാനാ. എന്നാ പിന്നെ ഞാനൊന്ന് ശരണേനെ പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ അലീനയുടെ അച്ഛനും അമ്മയും ആങ്ങളമാരൊക്കെ ആ വീട്ടുമുറ്റത്ത് നിപ്പുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. നാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് നാട്ടുകാരിൽ ഒരുത്തും ചോദിച്ചു, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വീണ്ടും വരുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ പെങ്ങടെ, അതായത് ആങ്ങളെ അവിടെ ഇരിപ്പുണ്ട്, ശരണ്യയുടെ. അപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഓമനക്കുട്ട നീ അകത്ത് കയറിപ്പോ. പക്ഷേ നീ അകത്ത് കയറി പോയില്ലെങ്കിൽ ചിലപ്പോൾ അവൾ നിന്നെ എന്തെങ്കിലും പറയുന്നു. അപ്പം ഇവരോർക്കുന്ന അലീന ചീത്ത പറയാനായിരിക്കും വന്നത് എന്നാണ് കേട്ടോ. ഏതായാലും അലീന വന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഞാന് ശരണ്യനെ ഒന്ന് കണ്ടോട്ടെ, ശരണ്യയെ കാണാനായിട്ട് വന്നതാ. അപ്പോഴത്തേക്കും ഓമനക്കുട്ടനെ ഒന്നും മിണ്ടുന്നില്ല, നാട്ടുകാരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം അലീന പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, രേവതിക്കുട്ടി, അവളെ പോലെയാ ഞാന് ഇപ്പം ശരണ്യയെ കാണുന്നത്. അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. നീ എന്തിനാ ഇപ്പം അവളെ കാണുന്നത്? അത് പറ. അത് പിന്നെ ഒന്നും കൊടുക്കാനല്ല, ഒന്നും മേടിക്കാനും അല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഡ്രസ്സ് പോലും ഇപ്പം ഷാജി ചേട്ടന്റെ സഹോദരി തന്നതാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ ചോദിച്ചു, എന്തിനാ എന്റെ മോളെ കാണുന്നതെന്നൊന്ന് പറ നിങ്ങള്. അത് പിന്നെ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കും, അവളെ ധൈര്യപ്പെടുത്താന്, അവളെ എണീപ്പിക്കാന് എനിക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എനിക്ക് അവളെ ഒന്ന് കാണണം. നിങ്ങൾ കാണരുതെന്ന് പറയരുത്. ഞാൻ ഒരു നോക്ക് കണ്ടോട്ടെ അവളെ, ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ പൊക്കോളാം. എന്തിനാ എന്നെ ഭയപ്പെടുന്നത്? ഞാന് ഒരു പെണ്ണല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ബലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ നോക്കി നിൽക്കല്ലേ. എല്ലാവരും കൂടി ചേർന്ന് എന്നെ കൊന്നേനെ. അപ്പോഴും ഞാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ, എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഒരാളെയും ഇങ്ങനെ ദ്രോഹിക്കരുത്. പിന്നെ ഒരാളെ എന്തിനാ കൊല്ലുന്നത് എന്ന് പോലും അറിയാതെ നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചതല്ലേ എന്നെ. അത് നിങ്ങൾ എങ്ങോട്ട് പോയേനെ? പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ശരണ്യയുടെ മുറി ഒന്ന് കാട്ടിത്തരുവോ? ഇനി ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ശരണ്യനെ കണ്ടാൽ മാത്രം മതിയെന്ന്. അപ്പോഴത്തേക്കും ആ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് നമ്മുടെ ശരണ്യയുടെ അമ്മ പതുക്കെ വീടിന് ഉള്ളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. നമ്മുടെ അലീന അവിടെ നിപ്പുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സമയത്ത് അലീന അവരുടെ ഒരു വിളിക്കായി ഇങ്ങനെ എന്താ പറയുക, കേണ് നിക്കില്ലേ, ആ ഒരു അവസ്ഥയാ. വരൂ, കേറി വാ എന്ന് പറയുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ആ സ്ത്രീ പറഞ്ഞു, ബാ കേറി ബാ എന്ന്. അങ്ങനെ നമ്മുടെ അലീന വളരെ സന്തോഷത്തോടു കൂടി നേരെ നമ്മുടെ ശരണ്യനെ കാണാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുക. അതാ ശരണ്യയുടെ മുറി, അവിടെയാ ശരണ്യ കിടക്കുന്നത് എന്ന് നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞതും അവിടെ ഒരു ഇടവഴിയല്ല, അതായത് പറയുക ജനലിന്റെ ആ ഒരു ഇടപ്പാളിയില്ലേ, അതിലേക്കൂടെ പതുക്കെ നമ്മുടെ ശരണ്യനെ നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് പതുക്കെ നമ്മുടെ അലീന വാതിൽ തുറന്നപ്പോഴത്തേക്കും ഇരുട്ടത്ത്, ഒരു പ്രകാശം പോലും ഇല്ലാതെ ഇരുട്ടത്ത് ഇരുട്ടുമുറിയിൽ ഇങ്ങനെ കിടക്കുക. ഏതായാലും ഈ സമയത്ത് ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സീരിയലിനകത്ത്. ഇരുളിന്റെ ആഴത്തിൽ എന്തോ മറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു ചെറിയൊരു കവിത ഇട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് സങ്കടം തോന്നുന്നുണ്ടോ ആ ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ. അതുപോലെ ഇമോഷണൽ ആകുന്ന ഒരു സോങ് ആയി ഇടുന്നത്. അങ്ങനെ നമ്മുടെ അലീന പതുക്കെ ചെന്നിട്ട് ശരണ്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യ പതുക്കെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് നമ്മുടെ അലീനയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോഴത്തേക്കും ഏകദേശം പ്രകാശം വന്നു. അതായത് നമ്മുടെ ശരണ്യയുടെ അമ്മ ലൈറ്റ് ഇട്ടതും പെട്ടെന്ന് നമ്മുടെ ശരണ്യ മുഖം പൊത്തിയിട്ട് വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ അലമുറയിട്ട് കരയാണ്. അപ്പോഴത്തേക്കും തന്നെ അലീന പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാൻ, ലൈറ്റ് എടുത്ത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ആ കുട്ടിക്ക് പ്രകാശമൊന്നും കാണാനുള്ള ആ ഒരു ഇതില്ല, ശേഷിയില്ല കേട്ടോ. എന്നാൽ ഈ ഒരു സമയത്ത്
അലീന ആ പെങ്കൊച്ചിന്റെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് പറയുക, മോളെ നീ എന്തിനാടാ കരയുന്നത്, നീ ഒറ്റയ്ക്കൊന്നും അല്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കാട്ടോ, നീ കരയൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ ആശ്വസിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ അനിയത്തിയാ, എന്റെ മോളിങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അതിനെ പിടിച്ചു കേട്ടോ. അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ എണീപ്പിച്ചിട്ട് നമ്മുടെ അലീനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, എല്ലാ സങ്കടവും എന്നോട് പറഞ്ഞോട്ടോ, കൊച്ചിന് ഞാനുണ്ട്, കൊച്ചിനി ഒറ്റയ്ക്കൊന്നുമല്ല, കൊച്ചു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കൊച്ചിന്റെ എല്ലാ സങ്കടവും ഈ അലീന ചേച്ചിയോട് കൊച്ചിന് പറയാം. അപ്പോഴേക്കും ഈ കൊച്ചോട് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ട്, പൊട്ടിക്കരയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലാത്ത ഇങ്ങനെ പൊട്ടിക്കരയാം. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞോ, എല്ലാം പറഞ്ഞോ, എല്ലാ സങ്കടവും, നിനക്ക് എന്നോട് സങ്കടം പറയാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ പൂച്ചക്കുഞ്ഞൊക്കെ ചുരുണ്ടുകൂടി ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുകയല്ലേ, ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശരണ്യ അലീന ദേഹത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു, ഞാനേ ഒരു അനാഥയായിരുന്നു, ഞാന് ഇവിടെ ഒരു വീട്ടില് ആരായിട്ട് വന്നാന്നറിയാമോ, വേലക്കാരിയായിട്ട് വന്നതാ, എന്റെ പേര് അലീന എന്ന. ഇനി ഇതേ ശരണ്യ കരയാൻ പാടില്ല കേട്ടോ, കരഞ്ഞാലും കണ്ണീരൊപ്പാനായിട്ട് ഈ അലീന ചേച്ചി മോളുടെ കൂടെ കാണും. ഇനി മോൾ ഒന്നും പേടിക്കണ്ട, നമുക്ക് മുന്നോട്ടേക്ക് പോണം, പഴയ ശരണ്യായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോണം. അത് പിന്നെ എന്തിനാ ഇനി അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത്, എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? നിന്നെ ദ്രോഹിച്ചവരെല്ലാം തീർന്നു മോളെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ലല്ലോ, ഒന്നുമില്ല മോളെ. ഇതൊക്കെ നല്ലതുപോലെ സോപ്പിട്ട് കുളിച്ചാല്, നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടാല് നമ്മളായി, അങ്ങനെ മാത്രം കരുതിയാ മതി, അല്ലാതെ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അവര് ഈ ജന്മത്ത് നല്ലവരാകുമോ? ഇല്ലല്ലോ, ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. എത്ര മാപ്പ് പറഞ്ഞാലും, എത്ര കരഞ്ഞാലും, ഏത് ഡ്രസ് ഇട്ടാലും അവരുടെ പാപക്കറ മാഞ്ഞു പോവില്ല ഒരിക്കലും. പക്ഷെ എന്റെ മോൾ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞത്, ഒരു പാവക്കറയും എന്റെ മോളുടെ ദേഹത്ത് പുരണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ ശരണ്യല്ലാതാവില്ല. ഈ പഴയ ശരണ്യ തന്നെയാണെന്ന് പറഞ്ഞ് വീണ്ടും ശരണ്യനെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പതിയെ ഇങ്ങനെ തലോടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശരണ്യയുടെ അമ്മ ഒരു ഗ്ലാസ് കാപ്പിയോ എന്തൊക്കെയായിട്ട് നമ്മുടെ ശരണ്യയുടെ റൂമിലേക്ക്, അതായത് അലീനയും ശരണ്യ ഇരിക്കുന്ന റൂമിലേക്ക് കയറി വരിക. അപ്പൊ ശരണ്യയുടെ അമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളും ആ ചായയും കൂടെ നമ്മുടെ രേവതിക്ക് കൊടുക്കാൻ തുടങ്ങണം. അപ്പൊ രേവതി അല്ല, സോറി, ശരണ്യക്ക് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ശരണ്യ ഇത് കഴിക്കുന്നില്ല. അപ്പൊ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതൊന്നും കഴിക്കത്തില്ല, ഇടയ്ക്ക് ചെറിയ കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പതുക്കെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വാരി സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വാരി ഇങ്ങനെ കൊടുക്കുകയാണ്, സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ശരണ്യ അത് കഴിക്കുക. അതുപോലെ തന്നെ കൊണ്ടുവന്ന കട്ടൻ കാപ്പി ശരണ്യ കുടിക്കുന്നുണ്ട്, നമ്മുടെ അലീനെ കുടിപ്പിക്കുന്നുണ്ട്. അലീനയെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കത്തുള്ളൂ. അതായത് അലീന അത്രയ്ക്കും എന്താ പറയാ, അത്രയ്ക്കും നന്നായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറയുകയും നമ്മുടെ ശരണ്യെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ആർക്കാണെങ്കിലും നമ്മുടെ അലീനയെ കാണുമ്പോൾ ഒരു അടുപ്പം തോന്നിപ്പോകും. ആ ഒരു രീതിയിലാണല്ലോ സംസാരവും ആ ഒരു മുഖവും ഒക്കെ കണ്ടാൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ അലീനോട് ഒരു സ്നേഹം തോന്നും, ഒരു വിശ്വാസം തോന്നും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വേറെ ആരെ കൊണ്ടും സാധിച്ചില്ല, അലീനയെ കൊണ്ട് മാത്രമാണ് സാധിച്ചത് ഇതൊക്കെ കഴിപ്പിക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുത്.